സംഖ്യാപുസ്തകം അദ്ധ്യായം 33. മോശയുടെയും അഹരോന്റെയും കൈക്കീഴിൽ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്നും പുറപ്പെട്ട ഇസ്രയേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശെ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങളാവിത്. 1-ാം മാസം 15-ാം തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസഹ കഴിഞ്ഞ പിറ്റന്നാൾ ഇസ്രയേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞൂലുകളെ എല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രയേൽ മക്കൾ രമസേസിൽ നിന്ന് പുറപ്പെട്ട് സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയുടെ അറ്റത്തുള്ള ഏഥാമിൽ പാളയമിറങ്ങി. ഏഥാമിൽ നിന്ന് പുറപ്പെട്ട് ബാൽ സെഫോനെതിരെയുള്ള പീഹ ഹിരോത്തിന് തിരിഞ്ഞു വന്നു. അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹ ഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിൻ്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്ന് ഏഥാം മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറായിൽ പാളയമിറങ്ങി. മാറായിൽ നിന്ന് പുറപ്പെട്ട് ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നത് കൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് ദൊഫ്കയിൽ പാളയമിറങ്ങി. ദൊഫ്കയിൽ നിന്ന് പുറപ്പെട്ട് ആലൂഷിൽ പാളയമിറങ്ങി. ആലൂഷിൽ നിന്ന് പുറപ്പെട്ട് റെഫിദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. റെഫിദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് കിബ്രോത്ത് ഹത്താവയിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്താവയിൽ നിന്ന് പുറപ്പെട്ട് ഹസേരോത്തിൽ പാളയമിറങ്ങി. ഹസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് റിത്മയിൽ പാളയമിറങ്ങി. റിത്മയിൽ നിന്ന് പുറപ്പെട്ട് റിമ്മോൻ പേരസിൽ പാളയമിറങ്ങി. റിമ്മോൻ പേരസിൽ നിന്ന് പുറപ്പെട്ട് ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ട് റിസ്സയിൽ പാളയമിറങ്ങി. റിസ്സയിൽ നിന്ന് പുറപ്പെട്ട് കെഹേലാഥയിൽ പാളയമിറങ്ങി. കെഹേലാഥയിൽ നിന്ന് പുറപ്പെട്ട് ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ട് ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ട് മഖേലോത്തിൽ പാളയമിറങ്ങി. മഖേലോത്തിൽ നിന്ന് പുറപ്പെട്ട് തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ട് താരഹിൽ പാളയമിറങ്ങി. താരഹിൽ നിന്ന് പുറപ്പെട്ട് മിത്കയിൽ പാളയമിറങ്ങി. മിത്കയിൽ നിന്ന് പുറപ്പെട്ട് ഹഷ്മോനിൽ പാളയമിറങ്ങി. ഹഷ്മോനിൽ നിന്ന് പുറപ്പെട്ട് മൊസേരോത്തിൽ പാളയമിറങ്ങി. മൊസേരോത്തിൽ നിന്ന് പുറപ്പെട്ട് ബെനേയാക്കാനിൽ പാളയമിറങ്ങി. ബെനേയോക്കിൽ നിന്ന് പുറപ്പെട്ട് ഹോർ ഹഗ്ഗിദ് ഗാദിൽ പാളയമിറങ്ങി. ഹോർ ഹഗ്ഗിദ് ഗാദിൽ നിന്ന് പുറപ്പെട്ട് യോദ് ബാധയിൽ പാളയമിറങ്ങി. യോദ് ബാധയിൽ നിന്ന് പുറപ്പെട്ട് അബ്രോനയിൽ പാളയമിറങ്ങി. അബ്രോനയിൽ നിന്ന് പുറപ്പെട്ട് എസ്യോൻ ഗേബേരിൽ പാളയമിറങ്ങി. എസ്യോൻ ഗേബേരിൽ നിന്ന് പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ട് ഏദോം ദേശത്തിൻ്റെ അതിരിങ്കിൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹരോൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പോന്നതിൻ്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ച് മരിച്ചു. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്കു പാർത്തിരുന്ന കനാന്യനായ അരാദ് രാജാവ് ഇസ്രയേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ടു. ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് അവർ പുറപ്പെട്ട് സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ട് പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ട് ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ട് മോവാബിൻ്റെ അതിരിങ്കിൽ ഇയെ അബാരീമിൽ പാളയമിറങ്ങി. ഈമിൽ നിന്ന് പുറപ്പെട്ട് ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ട് അൽമോദി ബ്ലാദയീമിൽ പാളയമിറങ്ങി.
അൽമോദി ബ്ലാദയീമിൽ നിന്ന് പുറപ്പെട്ട് നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കിൽ നിന്ന് പുറപ്പെട്ട് യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ ബേത്ത് യെശീമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ പാളയമിറങ്ങി. യെരിഹോവിനെതിരെ യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളി ചെയ്തത്: നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ യോർദാൻ അക്കരെ കനാൻ ദേശത്ത് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ചു കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടി പാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ട് അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറെയുള്ളവർക്ക് കുറെയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ട് എവിടെ വീഴുന്നുവോ അവിടെ അവൻ്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രം പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും.